ഒരു വീരന്റെ കഥ പറയാം. വീരന്റെ കഥയോ? അന്ധകാരത്തിന്റെ തമസ്വനിയിൽ മരണത്തെ നിശ്ചലമാക്കി വായുവിൽ അഗ്നിയേന്തി മലകളെ കാൽച്ചുവട്ടിലാക്കി വീണ്ടും വന്നു മരണമില്ലാ യോദ്ധാവ്, മരണമില്ലാ യോദ്ധാവ്. ദുര്യോധന, ദ്രൗപദി നമ്മുടേതല്ലേ ഇപ്പോൾ? അങ്ങനെയാണെങ്കിൽ അവളുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും നമുക്ക് അവകാശപ്പെട്ടതല്ലേ? ദുശാസന, നിന്റെ മരണം എന്റെ കൈകൾ കൊണ്ടാണ്. നിന്റെ മാറു പിളർന്നു നിന്നിലെ രക്തം ഞാൻ കുടിക്കും. ഇത് ഭീമന്റെ വാക്കാണ്. വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ച അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം മരണത്തെ തോൽപ്പിച്ച സുൽത്താനെ പോലെ വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. അവൻ ജീവനോടിരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. ജീവശ്വാസമായി വിരിന്തേ ഈടമായി തിരയിൽ അറിയുന്ന പ്രാണന്റെ കണികയാ. ഒരു വിനാഴിക മാത്രം മനസ്സിൽ ഹസ്തിനപുരം ഭരിച്ച് സ്ഥാനത്യാഗം ചെയ്ത രാജാവ് പിന്നീട് ഇരുട്ടിലും ചിരിച്ചു. മഹാബലർ കരയാൻ പാടില്ലല്ലോ. രണ്ടാമൂഴത്തിലെ യഥാർത്ഥ നായകൻ ഭീമനായിരുന്നു. വനവാസകാലത്ത് പാണ്ഡവരെ സംരക്ഷിച്ചു പോന്ന ഭീമൻ. യുധിഷ്ഠിരൻ വെച്ചു നീട്ടിയ രാജസിംഹാസനം വേണ്ടെന്ന് വെച്ച ഭീമൻ. ദ്രൗപദിയുടെ മാനം സംരക്ഷിക്കാൻ കീചകനുമായി ഏറ്റുമുട്ടിയത് അർജുനനോ യുധിഷ്ഠിരനോ ആയിരുന്നില്ല, ഭീമനായിരുന്നു. ഞാനൊരു പിടി പൂക്കൾ പറിച്ചിട്ടുണ്ട്. എന്നിട്ട് നകുലന്റെ പരിഹാസഭാവം അവഗണിച്ച് ദ്രൗപദിക്ക് നേരെ നീട്ടി. അവൾ പൊയ്കയുടെ മനോഹരിത ആസ്വദിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ പറയുമെന്നും ഞാൻ കരുതി. കൈയും വാങ്ങിയ പൂക്കൾ ഒന്ന് മണപ്പിക്കുക പോലും ചെയ്യാതെ അവൾ യുധിഷ്ഠിരന് നീട്ടി. ശേഷം വഴിക്കൊരിടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു പിടി സൗഗന്ധിക പൂക്കൾ തണ്ടുകളോടുകൂടി കിടക്കുന്നത് ഞാൻ കണ്ടു. നഷ്ടപ്പെട്ട സൗഗന്ധികങ്ങളെ ഇതിലും മനോഹരമായി ഇങ്ങനെയാണ് അടയാളപ്പെടുത്താനാവും.